അതായത് നമ്മുടെ ഈ ലേഖനം നമ്മളുമായി പങ്കുവെക്കുന്ന മുഹമ്മദ് റാഫി വിളയിൽ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, എൻ്റെ വാക്കുകളല്ല. അദ്ദേഹത്തിന്റെ ശിഷ്യയായ റാബിയ ഉത്തരക്കടലാസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അവൾ. ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത് പോലും അറിയാതെ ഇരു കൈയിലെയും ചൂണ്ടുവിരലുകളും തള്ളവിരലുകളും ചുംബിച്ച് അവൾ കണ്ണിൽ തടവുന്നു. താളാത്മകമായി ഉത്തരക്കടലാസിൽ നിന്ന് അവളുടെ ശ്രദ്ധ തെറ്റാതെ തന്നെ. കാര്യം ഇതാണ്: ബാങ്കിന്റെ വചനമായ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് കേട്ടാൽ എല്ലാ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളും ചെയ്യുന്നത് തന്നെയാണ് അവൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ബാങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ ചുരുക്കം ചിലരൊക്കെ ഇത് ചെയ്യാറുണ്ട്. എന്നാൽ കാശ്മീരിൽ ഏത് കൊച്ചുകുട്ടിയും വിരലുകൾ മുത്തുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ മാത്രമല്ല, എവിടെ തിരുനാമം കേട്ടാലും അവരിങ്ങനെയാണ്. സ്കൂൾ അസംബ്ലിയിൽ ഈ കാഴ്ച എത്ര മനോഹരം! 1000-ഓളം വിദ്യാർത്ഥികൾ ഒന്നിച്ചണിയൊപ്പിച്ച് നിൽക്കുന്നു. പ്രാർത്ഥനാ ഗാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം കേട്ടാൽ മീഠേ മീഠാ ഹേ മേര മുഹമ്മദ് കാ നാം, എത്ര മാധുര്യമേറിയതാണ് എൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഒരേ നിമിഷം ഒരേ താളത്തിൽ കൈവിരലുകൾ ചുംബിക്കുന്നു. തിരുനബിയെ പ്രണയിക്കുന്നവരുടെ കണ്ണു നനക്കുന്ന കാഴ്ചയാണിത്. കേരളത്തിൽ നിന്ന് അതിഥികളായെത്തിയ പലരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അബുദാബിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ കണ്ണട ധരിക്കുന്നുള്ളൂ. അതിനുള്ള കാരണം എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ വിരലുകൾ മുത്തിക്കൊണ്ട് കണ്ണിൽ തടവുന്നത് കാരണമാണ് രോഗങ്ങൾ ഇല്ലാതാവുന്നത്. ആ സമയത്ത് ചെല്ലുന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. എന്താണത്? ആർക്കെങ്കിലും അറിയാമോ? മുർഹബൻ യാ ഹബീബി വഖുറത്തു ഐനി മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് തുടങ്ങി ആ സമയത്ത് പറയുന്ന നല്ലൊരു വാചകം കൂടിയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വിരൽ ചുംബിച്ചുകൊണ്ട് കണ്ണുകളിൽ തടവുന്നത്. അങ്ങനെ ചെയ്താൽ ചെങ്കണ്ണ് രോഗമോ മറ്റു രോഗമോ ഒന്നും കണ്ണിന് ബാധിക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ഉസ്താദുമാർ പറയാറുണ്ട്. ഇവിടെ 80ഉം 90ഉം ഒക്കെ കഴിഞ്ഞിട്ടും കണ്ണട ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. വൈജ്ഞാനികമായും സാംസ്കാരികമായും വളരെയധികം മുന്നേറിയവരാണെന്ന് നടിക്കുന്ന നമ്മൾ, കേരള മുസ്ലിങ്ങൾ ഹനഫികളായ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ തിരുനബി അനുരാഗത്തിന് മുന്നിൽ വട്ടപൂജമാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ക് ഇവരുടെ ഹൃദയാന്തരങ്ങളിൽ നിറച്ചതിന് ഇവർ കടപ്പെട്ടിരിക്കുന്നത് ആല ഹദ്റത്ത് ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവിയോടാണ്. ദയൂബന്ദി പ്യൂരിറ്റാനിക് ഇസ്ലാമിൽ നിന്നും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ ഇന്നും സംരക്ഷിച്ചു നിർത്തുന്നത് 1 നൂറ്റാണ്ട് മുമ്പ് റസാ ഖാൻ റളിയല്ലാഹു അൻഹു പകർന്നു നൽകിയ പാഠങ്ങൾ തന്നെയാണ്. അതിനുള്ള നന്ദി അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം രചിച്ച മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോം സലാം എന്ന് തുടങ്ങുന്ന സ്വലാത്ത് സലാം, അതുകൊണ്ടല്ലാതെ ഇവിടെ ഒരു കർമ്മവും ആരംഭിക്കുന്നില്ല. മുസ്ലിം സ്കൂളുകളിലെ പ്രാർത്ഥനാ ഗാനം ഇതായിരിക്കും. പള്ളികളിൽ ബാങ്കിന് മുമ്പ് മുഅദ്ദിൻ ചൊല്ലുന്ന നബികീർത്തനം ഇതാണ്. ജുമാക്ക് മുമ്പും ശേഷവും സ്വലാത്ത് സലാം ചൊല്ലിയിരിക്കും. ഏത് സമ്മേളനവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സ്വലാത്ത് സലാം കൊണ്ട്. നമ്മൾ ബുർദ എപ്രകാരമാണോ ഉപയോഗിക്കുന്നത് അതുപോലെ അവര് സമ്മേളനങ്ങൾ തുടങ്ങാനൊക്കെ മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോം സലാം എന്ന് തുടങ്ങുന്ന അഹ്മദ് റിളാ ഖാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗാനം ചൊല്ലിക്കൊണ്ടാണ് അവരുടെ പ്രോഗ്രാമുകളൊക്കെ ഉത്തരേന്ത്യക്കാർ ആരംഭിക്കുന്നത്. കശ്മീരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ പോലും ചിലപ്പോൾ ഇത് കേൾക്കാറുണ്ട്. മരിച്ചവരുടെ ആണ്ട്, കുടിയിരിക്കൽ തുടങ്ങിയ സന്ദർഭങ്ങളിൽ കേരളീയർ മങ്കൂസ് മൗലിദും മറ്റുമൊക്കെ ചൊല്ലുന്നത് പോലെ ഇവിടെ നടക്കുന്ന നയാസ് എന്നു പേരുള്ള പരിപാടിയിലും അഹ്മദ് റിളാ ഖാന്റെ സലാത്ത് സലാമും മറ്റു ഉറുദു നാത്തുകളും ആലപിക്കപ്പെടുന്നു. ഷബ്നമിന്റെ ഇനി മറ്റൊരു സന്ദർഭത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തെളിക്കുകയാണ്. ഷബ്നമിന്റെ വല്യുപ്പയുടെ വീടിന്റെ തൊട്ടടുത്താണ് എന്റെ താമസം. അവളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ റബീഉൽ അവ്വൽ തുടക്കത്തിൽ ഞാനും ഭാര്യയും ഷബ്നമിന്റെ വീട്ടിൽ പോയി. ഷബ്നം ഉണ്ടായിരുന്നു അവിടെ. അവൾ പഠിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ്. പഠിക്കുന്ന സ്ഥാപനത്തിന്റെ സംസ്കാരം അവളുടെ വസ്ത്രധാരണയിലും പെരുമാറ്റത്തിലും നിഴലിക്കുന്നു. എന്റെ ഭാര്യ അവളോട് ചോദിച്ചു,
വല്ലിപ്പയുടെ അനിയന്റെ വീട്ടിലെ മഹ്ഫിലെ മീലാദിന് നിന്നെയും അഫ്സാനെയും കണ്ടില്ലല്ലോ. അത് കേട്ടതോടെ ബന്ധുവീട്ടിൽ മഹ്ഫിൽ കഴിഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് സംഘടിപ്പിക്കാൻ വൈകി എന്ന കുറ്റബോധത്തോടെ തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ വീട്ടിൽ മഹ്ഫിലെ മീലാദ് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് അവൾ ഉമ്മയോട് ചർച്ച ചെയ്യുന്നു. മഹ്ഫിലെ മീലാദ് വ്യതിരക്തമായ ഒരു പരിപാടിയാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ രാത്രിയിൽ വീടുകളിൽ നടക്കുന്ന തിരുനബി പ്രകീർത്തന സദസ്സാണിത്. മുതിർന്ന സ്ത്രീകളും പെൺകുട്ടികളും മാത്രമാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്. ഒരു മഹല്ലിലെ മിക്ക പെൺകുട്ടികളും മുതിർന്ന സ്ത്രീകളും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു. നബി കീർത്തന കാവ്യങ്ങൾ ആലപിക്കുന്നു. എല്ലാ വാതിലുകളും ജനലുകളും അടച്ചിട്ട ശേഷമാണ് പ്രകീർത്തനങ്ങൾ ആരംഭിക്കുക. ആണുങ്ങൾക്ക് പ്രവേശനമില്ല ഇവിടേക്ക്. സദസ്സിന് നേതൃത്വം നൽകുക മതപരമായ അറിവുള്ള ഏതെങ്കിലും സ്ത്രീ ആയിരിക്കും. പരിപാടിക്ക് ശേഷം തബറുക്ക് വിതരണം ചെയ്യുന്നു. ഹൽവ, പുലാവ്, ചക്കരച്ചോറ് തുടങ്ങിയവയാണ് വിഭവങ്ങൾ. കാശ്മീരിൽ റബീഉൽ അവ്വൽ എത്തുന്നതോടെ എല്ലാ വീടുകളും കൊടിതോരണങ്ങളും വൈദ്യുത ദീപങ്ങളും കൊണ്ട് അലങ്കരിക്കുന്നു. ഓരോ വീടിന്റെ മുകളിലും ഒരു കൊടിയെങ്കിലും ഉണ്ടാകും. ആലാ ഹദറത്തിന്റെ മഖ്ബറയിലെ കൊടി അല്ലെങ്കിൽ അതിന്റെ പരിഷ്കൃത രൂപങ്ങൾ. റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് വീടുകളും കവലകളും മറ്റും അലങ്കരിക്കുന്ന പതിവ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മളെക്കാളൊക്കെ വളരെ മുന്നിലാണ് ഉത്തരേന്ത്യയിലെയും കാശ്മീരിലെയും ഒക്കെ മുസ്ലിങ്ങൾ ഹബ്ബ് റസൂൽ പ്രകടിപ്പിക്കുന്നതിൽ എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്, ഇല്ലേ? നമ്മളൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോൾ മദ്രസ ഒന്ന് അലങ്കരിക്കും, അവിടെയുള്ള മൗലിദ്, പള്ളികളിലുമുള്ള ഒരു മൗലിദ് പാരായണം. ഇവിടെ അങ്ങനെയല്ല. എല്ലാ വീടിലും മീലാദ് എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. ഓരോ വീടും അലങ്കരിക്കുന്നു. നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൗമിനെ ക്രിസ്തുമസ് വന്നാല് നക്ഷത്രമൊക്കെ കെട്ടിത്തൂക്കുന്ന വൈദ്യുതാലങ്കാരമൊക്കെ ഉണ്ടാക്കുന്ന ചില ആളുകൾ നമ്മുടെ കൗമിൽ തന്നെ ഉണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ വരുന്നതും പോകുന്നതും ഒന്നും അവരുടെ വീട്ടിലേക്ക് നോക്കിയാൽ മനസ്സിലാവുകയുമില്ല. यमामा जंग में कुफ्फार भी तकबीर पढ़ते थे, मुअमिन वो काफिर में यह फर्क था कि नारा या रसूल अल्लाह. എന്താണ് അതിന്റെ അർത്ഥം? യമാമ ജംഗ് മേ കുഫാർ ബി തക്ബീർ പഠിത്തേ थे. യമാമ യുദ്ധം ആരുമായിട്ടായിരുന്നു? അറിയുന്നവരെന്ന് അടിച്ചാലും. യമാമ യുദ്ധം ഇസ്ലാമിൽ നടന്ന ഒരു യുദ്ധമാണ്. ആരായിരുന്നു എതിരാളികൾ യമാമ യുദ്ധത്തിലെ? ആരെങ്കിലും അറിയുന്നവരുണ്ടോ? യമാമ ജംഗ് മേ കുഫാർ ബി തക്ബീർ പഠിത്തേ थे. അതെ, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ സംഘവുമായി നടന്ന യുദ്ധമായിരുന്നു യമാമ യുദ്ധം. അവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ മുസൈലിമ കൂടി പ്രവാചകനാണ് എന്നുള്ള വാദമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളെ പോലെ അവരും തക്ബീർ മുഴക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ ഉറുദു കവിതയിൽ പറയുന്നത്, യമാമ ജംഗ് മേ കുഫാർ ബി തക്ബീർ പഠിത്തേ थे. യമാമ യുദ്ധത്തിൽ കുഫാറുകളും കാഫിര്യങ്ങളും, അതായത് മുസൈലിമയുടെ അനുയായികളും തക്ബീർ മുഴക്കുന്നുണ്ടായിരുന്നു. മുഅ്മിൻ ഓ കാഫിർ മേ യേ ഫറഖ് താ. വിശ്വാസികളുടെയും കാഫിര്യങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം പിന്നെ എന്തായിരുന്നു? രണ്ടു കൂട്ടരും തക്ബീർ മുഴക്കുന്നു. വ്യത്യാസം എന്തായിരുന്നു? വ്യത്യാസം യേ ഫറഖ് താ കെ നാരാ യാ റസൂലല്ലാഹ്. മുസ്ലിങ്ങളുടെ അവിശ്വാസികൾക്കിടയിൽ വ്യത്യാസം യാ റസൂലല്ലാഹ് എന്ന മുദ്രാവാക്യം മാത്രമായിരുന്നു. യാ റസൂലല്ലാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി വിളിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. തക്ബീർ മുസൈലിമയുടെ ടീമും മുഴക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഒരാൾ സത്യവിശ്വാസിയാകുന്നില്ല. നബിസ്നേഹം കൂടെ ചേരുമ്പോഴേ വിശ്വാസം പൂർണ്ണമാവൂ എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് പർവേസും അജാസ് മദനിയും കൂട്ടരും. അതായത് കശ്മീരിലെ കുട്ടികള് ഈ ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ്. വെറും തക്ബീർ മുഴക്കുന്നവൻ വിശ്വാസിയാകുന്നില്ല, മറിച്ച് അള്ളാഹിന്റെ റസൂലിനെ കൂടി വിളിക്കുമ്പോഴേ, ആ സ്നേഹവും മുഹബത്തും കൂടി ചേരുമ്പോഴേ യഥാർത്ഥ വിശ്വാസിയാവൂ എന്നുള്ള ആ മുദ്രാവാക്യമാണ് ഈ വരികളിലൂടെ അവർ ഉത്ബോധിപ്പിക്കുന്നത്. ജുലൂസുകളാണ് റബീഉൽ അവ്വലിലെ ഏറ്റവും ആകർഷകമായ മറ്റൊരു പരിപാടി. ജുലൂസ് എന്നാൽ മലയാളത്തിൽ ഘോഷയാത്ര. കേരളത്തിലെ പോലെ റബീഉൽ അവ്വൽ 12 മാത്രം നടക്കുന്നതല്ല മീലാദ് ഘോഷയാത്ര. റബീഉൽ അവ്വൽ 1-ാം രാവ് മുതൽ ഘോഷയാത്രകൾ ആരംഭിക്കും. പാകദീന കാശ്മീരിനോട് ചേർന്ന് നിൽക്കുന്ന പുഞ്ച് നഗരത്തിൽ വ്യത്യസ്ത മഹല്ലുകളെ കേന്ദ്രീകരിച്ചാണ് റാലി. ജുലൂസ് തുടങ്ങുക പുഞ്ചിലെ ഒരാൾ പരേഡ് ഗ്രൗണ്ടിനടുത്ത റസാഉൽ ഉലൂം ഇസ്ലാമിയ ഹൈസ്കൂളിൽ നിന്നാണ്. പുഞ്ചിലെ ഓൾഡ് പരേഡ് ഗ്രൗണ്ടിനടുത്ത റസാഉൽ ഉലൂം ഇസ്ലാമിയ ഹൈസ്കൂളിൽ നിന്നാണ് ജുലൂസ് തുടങ്ങുക.
വർഷങ്ങളായി ജുലൂസുകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നായതിനാൽ സ്കൂൾ നിൽക്കുന്ന ഭാഗത്തിന്റെ പേര് തന്നെ മീലാദ് ചൗക്ക് എന്നായി മാറിയിരിക്കുന്നു. വിവിധ മഹല്ലുകളിൽ നിന്നെത്തിയ കുട്ടികളും യുവാക്കളും മുതിർന്നവരും വ്യത്യസ്ത കൊടികളുമായി ചെറു സംഘങ്ങളായാണ് റാലിയിൽ അണിനിരക്കുക. കേരളത്തിലേതുപോലുള്ള സംഘടനകൾ ഇല്ലെങ്കിലും ചെറിയ ഗ്രൂപ്പുകളും കമ്മിറ്റികളും ഉണ്ട് ഇവിടെ. അഞ്ജുമൻ ഫൈദാനെ റള, അഞ്ജുമൻ ആഷിഖാനെ ഔലിയ തുടങ്ങിയ പ്രാദേശിക സംഘടനകളും മിൻഹാജുൽ ഖുർആൻ ഫൗണ്ടേഷൻ, ഡോക്ടർ താഹിറുൽ ഖാദിരിയുടെ തുടങ്ങിയവയും ഇവിടെയുണ്ട്. സംഘടനാപരമായ ഇത്തരം വ്യത്യാസങ്ങൾ മറന്നാണ് എല്ലാവരും ജുലൂസിൽ അണിനിരക്കുന്നത്. വ്യത്യസ്ത മുദ്രാവാക്യങ്ങളും നാത്തുകളും കീർത്തനങ്ങളും മുഴങ്ങിക്കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് തക്ബീർ വിളികളും യാ റസൂൽ അല്ലാഹ് വിളികളും. ഓരോ ദിവസവും ജുലൂസിന് വ്യത്യസ്ത സമാപന കേന്ദ്രങ്ങൾ ഉണ്ടാകും. സമാപന കേന്ദ്രത്തിൽ വലിയ സമ്മേളനം സംഘടിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും തബറുക്ക് വിതരണം ചെയ്യുന്നു. 12 രാത്രികളിൽ 12 പള്ളികളിലേക്ക് ജുലൂസ് നീങ്ങും. ഓരോ മീലാദ് ജുലൂസുകളും വഹാബികൾക്കും ദൈവബന്ധികൾക്കുമെതിരെയുള്ള പടയൊരുക്കം കൂടിയാണ്. അവർക്കെതിരെ രോഷം കൊള്ളാതെ ഇവിടെ തിരുനബി അനുരാഗം പൂർണ്ണമാവുന്നില്ല. അന്ധ നജ്ദി, കുരുടനായ നജ്ദി എന്ന് വിശേഷിപ്പിച്ചാണ് ഇവിടെ പുത്തൻവാദികളെ തിരുനബി അനുരാഗികൾ വെല്ലുവിളിക്കുന്നത്. നമുക്കറിയാമല്ലോ, നജ്ദിൽ നിന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നുള്ള ആ ഒരാളിൽ നിന്നാണ് ഈ വഹാബിസം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അന്ധ നജ്ദി, കുരുടനായ നജ്ദി എന്നാണ് പുത്തൻവാദികളെയൊക്കെ അവിടുത്തെ ആശിഖ് റസൂലിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ജുലൂസ് 12-ന് പകലിൽ മുന്നിലും പിന്നിലുമായി പൈലറ്റ് വാഹനങ്ങൾ ഉണ്ടാകും. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജുലൂസിൽ അണിനിരക്കാൻ ആയിരങ്ങൾ എത്തിച്ചേരുന്നു. വ്യത്യസ്ത ഗ്രൂപ്പുകൾ, സംഘടനകൾ, മദ്രസകൾ, സ്കൂളുകൾ, മഹല്ലുകൾ തുടങ്ങിയവയുടെ പ്രത്യേകം പ്ലോട്ടുകളായിട്ടാണ് ജുലൂസിന്റെ വരവ്. നാത്തുകളും വ്യത്യസ്ത മുദ്രാവാക്യങ്ങളും അന്തരീക്ഷമാകെ തിരുനബി അനുരാഗം നിറക്കുന്നു. അനുവദനീയമായ വാദ്യോപകരണങ്ങൾ പോലും ഉപയോഗിക്കുന്ന പതിവ് ഇവിടെ ഒരു പ്രകീർത്തന സദസ്സിലും കണ്ടിട്ടില്ല. വാദ്യോപകരണങ്ങൾ അവിടെ തീരെ ഉപയോഗിക്കാറില്ല. അനുവദനീയമായത് പോലും അവർ ഉപയോഗിക്കാറില്ല പോലും. മർക്കസിന്റെ, അത് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിന്റെ ഒരു കർശന സ്വഭാവമായിരിക്കാം. ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. CPS മർക്കസിന്റെ കീഴിൽ ഇവിടെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന യാസീൻ മിഷൻ 2012 നടത്തിയ സീറത്തുൻ നബി കോൺഫറൻസിൽ ആദ്യമായി ദഫ് പരിചയപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ നബിദിന റാലിയിൽ യാസീൻ മിഷന് കീഴിൽ നടക്കുന്ന റളാഉൽ ഇസ്ലാമിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദഫ് പ്രദർശനം നടത്തുകയും ചെയ്തു. മണിക്കൂറുകൾ എടുക്കുന്ന മീലാദ് റാലി ഒടുവിൽ ഈദ്ഗാഹിൽ സമാപിക്കുന്നു. 2 പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഈദ്ഗാഹിൽ ഒരു പരിപാടി നടക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. റാലിയുടെ സമാപനമായി നടക്കുന്ന സീറത്തുൻ നബി കോൺഫറൻസിൽ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളും നബി കീർത്തനങ്ങളുമാണ് മുഖ്യ ഇനങ്ങൾ. പ്രകീർത്തനങ്ങൾ ആലപിക്കുന്നവർക്ക് കാണികൾ നോട്ടുകെട്ടുകൾ സമ്മാനിക്കും. ഏറ്റവും അവസാനമാണ് തബറുക്ക് വിതരണം. 12 കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സീറത്തുൻ നബി കോൺഫറൻസുകൾ അരങ്ങേറുന്നു. പ്രഭാഷണത്തിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ വരും. മൗലാന അബ്ദുർ റഷീദ് ദാവൂദ്, അലാവുദ്ദീൻ സിദ്ദീഖ്, മുഫ്തി അബ്ദുറഹൂഫ് രജൌറി, മുഫ്തി ഫാറൂഖ് ഹുസൈൻ മിസ്ബാഹി, മർക്കസിന്റെ കാശ്മീരിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷൗക്കത്ത് നഈമി ബുഖാരി തുടങ്ങിയവരാണ് പ്രധാന പ്രഭാഷകർ. റബീഉൽ അവ്വൽ ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ദിനങ്ങളാണ് ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക്. ലോകാനുഗ്രഹിയുടെ ജന്മമാസം സ്നേഹമധു മഞ്ഞുപോലെ പെയ്തു നിൽക്കും ഓരോ കാശ്മീരിയുടെ കണ്ണിലും ഖൽബിലും. മാഷാ അല്ലാഹ്. കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക്, ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവർക്ക് മറ്റെന്തിന്റെ കുറവുണ്ടെങ്കിലും ഒരിക്കലും പ്രവാചക സ്നേഹത്തിന്റെ കുറവില്ല. പറയുമ്പോൾ ഈ ദൈവബന്ധികളുടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ശല്യം കേരളത്തിലേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഉത്തരേന്ത്യയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ആളുകളും ദൈവബന്ധി, അഹ്ലെ ഹദീസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. അത് അവരുടെ പ്രഭാഷകന്മാരും ഒരുപാടുണ്ട്, അവരുടെ സ്ഥാപനങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ അതിനിടയിലും പ്രവാചക സ്നേഹം കൊണ്ട് മാത്രം ഇവര് പിടിച്ചു നിൽക്കുകയും അഹ്മദ് റിളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്ത ആ ഒരു പാതയിലൂടെ തങ്ങളുടെ വിശ്വാസങ്ങൾ പിഴച്ചു പോകാതെ
സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ കഴിയുന്നു. മർക്കസിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഇത്തരം പരിപാടികളിലുള്ള സാന്നിധ്യവും ഒക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ആ ഒരു യഥാർത്ഥ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വികലമായ, വരണ്ടുണങ്ങിയ, കേവലം ബാഹ്യമായി മാത്രം കാണുന്ന മുസ്ലിങ്ങളായി മാറാതെ ഉള്ളിൽ കൂടി ഈമാനുള്ള, പ്രവാചക സ്നേഹമുള്ള, പച്ചയായ നല്ല മനുഷ്യരായി മാറാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വരണ്ട ഹൃദയമുള്ള, ഏറ്റവും പരുക്കനായ സ്വഭാവമുള്ളതാണ് ഈ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് എന്താണ് സ്നേഹം, എന്താണ് മുഹബ്ബത്തു റസൂല് ഒന്നും അറിയില്ല. അവർക്ക് കേവലം ശരീരം കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇസ്ലാം അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ടല്ല ഇസ്ലാം പൂർണ്ണമാകുന്നത്, മറിച്ച് ഖൽബിലുള്ള അള്ളാഹിനോടും അവന്റെ റസൂലിനോടുമുള്ള ആ ഒരു യഥാർത്ഥ ഇഷ്ക് കൊണ്ടാണ്. ആ ഇഷ്ക് ഉള്ളിൽ കടന്നാൽ അതിന്റെ ബാഹ്യമായ ബഹിർസ്ഫുരണങ്ങൾ അത് പുറത്തേക്ക് നിർഗളിക്കും. അതിന്റെ ചില പ്രകടനങ്ങൾ നമ്മൾ നടത്തിപ്പോകും സ്വാഭാവികമായും. അതിനെയൊക്കെ അപ്പോൾ ബിദ്അത്തും ശിർക്കുമായി തള്ളുകയും വരണ്ടുണങ്ങിയ തൗഹീദുമായി നടക്കുകയും ചെയ്യുന്നവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാമയുടെ ചില അത്ഭുത കാര്യങ്ങളാണ്. ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ മൈക്കിൽ തുടരാം ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല മുഅ്ജിസയും. എന്നാൽ സ്വഹാബിമാരുടെ ജീവിതകാലത്തിൽ അവർക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ വളരെ അത്ഭുതാവഹമായ ചില മുഅ്ജിസത്തുകളെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കൂടി പറഞ്ഞ് ബർക്കത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താഴെ ചേർക്കുന്ന അത്ഭുത വൃത്താന്തങ്ങൾ, താഴെ പറയുന്ന അത്ഭുത വൃത്താന്തങ്ങൾ മുഴുവനും അനേകം നിവേദന പരമ്പരകൾ വഴി, ചിലതിൽ 16 വരെ നിവേദന പരമ്പരകളുണ്ട്, സമവായത്തോടെ ഉദ്ധരിക്കപ്പെട്ടവയാണ്. വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെ നടന്നവയാണ് അവയിൽ അധികവും. സന്നിഹിതരായവരിൽ സത്യസന്ധരും പ്രശസ്തരുമായ ആളുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായി 4 പിടി ഭക്ഷണത്തിൽ പങ്കുചേർന്ന 70 പേരിൽ ഒരാൾ സംഭവം ഉദ്ധരിക്കുന്നു. മറ്റാരും അതിനെ ഖണ്ഡിക്കുന്നില്ല. അവരുടെ മൗനം ആ സംഭവത്തെ സ്ഥിരീകരിക്കുന്നു. സത്യവും സത്യസന്ധതയും പ്രബലമായിരുന്ന ആ കാലത്ത് കളവിന്റെ ചെറിയൊരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നെങ്കിൽ സ്വഹാബികൾ അത് നിഷേധിക്കുമായിരുന്നു. നാം ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്ന സംഭവങ്ങൾ നിരവധി പേർ ഉദ്ധരിച്ചതാണ്. അവയ്ക്ക് സാക്ഷ്യം വഹിച്ചവർ മൗനം പാലിക്കുകയും ചെയ്തു. അങ്ങനെ ആശയ സമവായമുള്ളവയാണ് ഇവയെല്ലാം. തന്നെയുമല്ല, ചരിത്ര ഗ്രന്ഥങ്ങളും നബി ജീവചരിത്രങ്ങളും അവ സാക്ഷ്യപ്പെടുത്തുന്നു. ഖുർആനും അതിലെ സൂക്തങ്ങളും സൂക്ഷിക്കുന്നതിനായി നടത്തിയ ശ്രമങ്ങൾക്ക് തൊട്ടുപിന്നാലെ നബി ശിഷ്യന്മാർ തിരുദൂതരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉത്സാഹിക്കുകയുണ്ടായി. ശരീഅത്ത് സംബന്ധമായതും അത്ഭുതങ്ങളെ സംബന്ധിക്കുന്നതുമായ ഹദീസുകളുടെ കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തിയിരുന്നു അവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ചെറിയ പ്രവൃത്തികളും അവസ്ഥകളും മൊഴികളും പോലും അവർ അവഗണിച്ചില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ ഇവയെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമസംബന്ധമായി നൽകിയ നിർദ്ദേശങ്ങളും അവിടുത്തെ അത്ഭുത സിദ്ധികളെക്കുറിച്ചുള്ള വൃത്താന്തങ്ങളും ആ അനുഗ്രഹീത നാളുകളിൽ രേഖപ്പെടുത്തി വെക്കുകയുണ്ടായി. 7 അബ്ദുള്ളമാർ പ്രത്യേകിച്ചും അവ എഴുതി വെച്ചു. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നിവർ 30 മുതൽ 40 വരെ വർഷങ്ങൾക്ക് ശേഷം അവ രേഖപ്പെടുത്തിയവരാണ്. തുടർന്ന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പല തലമുറകളിലായി നബിശിഷ്യന്മാരുടെ മാതൃക പിന്തുടർന്ന് ഹദീസുകളും അത്ഭുത സംഭവങ്ങളും എഴുതി രേഖയാക്കി. പ്രാമാണിക നിയമവ്യാഖ്യാതാക്കളും ആയിരക്കണക്കിന് ഹദീസ് പണ്ഡിതന്മാരും അവ ഉദ്ധരിക്കുകയും എഴുതി സംരക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഹിജ്റയുടെ 2 നൂറ്റാണ്ടിനു ശേഷം ബുഖാരിയും മുസ്ലിം അടങ്ങുന്ന 6 പ്രാമാണിക സമാഹാർത്താക്കളും ഹദീസുകൾ രേഖപ്പെടുത്തി. ഇബ്നുൽ ജൗസിയെ പോലെയുള്ള നിരൂപകന്മാർ എല്ലാ നിവേദനങ്ങളും പരിശോധിച്ചു നെല്ലും പതിരും വേർതിരിച്ചു. വ്യാജ ഹദീസുകളെ തെരഞ്ഞുപിടിച്ചു. പിന്നീട് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രമുഖ പണ്ഡിതന്മാർ വ്യാജ നിർമ്മിത ഹദീസുകളെയും ആധികാരികങ്ങളായ മൊഴിമുത്തുകളെയും വേർതിരിക്കുകയുണ്ടായി.
70 തവണ ഉണർച്ചയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം അനുഭവിക്കാനും സംഭാഷണം നടത്താനും അനുഗ്രഹം ലഭിച്ച പണ്ഡിതനായിരുന്നു സുയൂത്തി. മാഷാ അല്ലാഹ്. 70 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഉണർച്ചയിൽ, ഉറക്കത്തിൽ സ്വപ്നത്തിലല്ല, ഉണർച്ചയിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും സംഭാഷണം നടത്താനും അനുഗ്രഹം ലഭിച്ച പണ്ഡിതനായിരുന്നു ഹാഫിദ് ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് ആ സംഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്ന്, സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ 2 പിടി കാരക്ക എണ്ണയിൽ വറുത്ത് ഒരു പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി അനസിന്റെ വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വാങ്ങിവെച്ച ശേഷം ചില ആളുകളുടെ പേരുകൾ പറഞ്ഞ് അവരെയും പിന്നെ വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് പറഞ്ഞവരെയും വഴിയിൽ കണ്ടവരെയും എല്ലാം വിളിച്ചുകൊണ്ടുവന്നു. 300ഓളം പേരുണ്ടായിരുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 10 ആൾ വീതമുള്ള വൃത്തങ്ങളായി ആളുകളെ ഇരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു മാത്രമുള്ള ഭക്ഷണത്തിൽ വിരൽ വെച്ച് പ്രാർത്ഥിച്ചു. ഓരോരുത്തരോടും എടുത്തു കഴിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും വേണ്ടത്ര കഴിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ബാക്കി ഭക്ഷണം എടുത്തുകൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കൊണ്ടുവന്നു വെച്ചപ്പോഴായിരുന്നോ എടുത്തുകൊണ്ടുപോയപ്പോഴായിരുന്നോ ജാസ്തി ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് പറയാനാവില്ല. അതായത് മുജീബിയും കേടിന്റെ ഒരു കാര്യം, മിസ്കീൻ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഞാൻ കൊണ്ടുവന്നു വെച്ചപ്പോഴായിരുന്നു 300ഓളം, ആകെ ഒരു 10ഓ 12ഓ കാരക്ക എണ്ണയിൽ വറുത്ത് പ്രത്യേക രൂപത്തിലാക്കിക്കൊണ്ട് കൊടുത്തയച്ചത്. 300ഓളം ആളുകൾ ഭക്ഷിച്ചിട്ട് ഇനി അത് തിരിച്ചു കൊണ്ടുപോയിക്കോ പാത്രം എന്ന് പറയുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ കൊണ്ടുവന്നു വെച്ചപ്പോഴായിരുന്നോ എടുത്തു കൊണ്ടുപോയപ്പോഴായിരുന്നോ ജാസ്തി ഉണ്ടായിരുന്നത് എന്നെനിക്ക് പറയാനാവില്ല. അത്രത്തോളം അതിലൊന്നും കുറവുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇനി അടുത്തത് കേൾക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആതിഥേയനായിരുന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുദൂതർ തന്റെ അതിഥിയായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുമായി 2 പേർക്കുള്ള ഭക്ഷണം ഞാൻ തയ്യാറാക്കി. പക്ഷേ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, അൻസാറുകളിൽപ്പെട്ട 30 പ്രമുഖരെ ക്ഷണിക്കുക. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 30 പേർ വന്ന് ഭക്ഷണം കഴിച്ചു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി 60 പേരെ കൂടി ക്ഷണിക്കുക. അവരെ വിളിച്ചപ്പോൾ അവരും വന്ന് ഭക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി 70 പേരെ കൂടി വിളിക്കൂ. ഞാൻ 70 പേരെ ക്ഷണിച്ചു. അവർ വന്നു. അവർ ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷവും പാത്രത്തിൽ ആഹാരം ബാക്കിയുണ്ടായിരുന്നു. വന്നവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. ആ അത്ഭുതം ദർശിച്ച അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്തു. 2 പേരുടെ ഭക്ഷണം 180 പേർ കഴിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിലേക്ക് വന്നപ്പോൾ താമസിച്ചിരുന്നത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു. അപ്പോ ഹിജ്റ ചെയ്ത് ക്ഷണിച്ചു വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണം ഒരുക്കിയതാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. 2 പേർക്കുള്ള ഭക്ഷണം. അതിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം 180 ആളുകൾ ഭക്ഷിച്ചിട്ടും ബാക്കിയുണ്ടായത്. മൂന്നാമത്തെ സംഭവം നോക്കൂ. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹുറൈറ, സലമത്ത് ബിൻ അക്വ, അബൂ അംറുൽ അൻസാരി റളിയല്ലാഹു അൻഹും തുടങ്ങി പല നിവേദകർ വഴി ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു സൈനിക പര്യടന വേളയിൽ സൈനികർക്ക് വിശന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. നിങ്ങളുടെ സഞ്ചികളിൽ ശേഷിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആവശ്യപ്പെട്ടു. ഓരോരുത്തരും തങ്ങളുടെ സഞ്ചികൾ തപ്പി നോക്കി ഏതാനും കാരക്കച്ചീളുകൾ കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചു. അവയെല്ലാം കൂടി ഒരു 4 പിടി കാണുമായിരുന്നു. സലമ പറയുന്നു, ഒരു ചെറിയ ആട്ടിൻകുഞ്ഞിന്റെ അത്ര അത് വരുമെന്ന് ഞാൻ കണക്കാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, എല്ലാവരും തങ്ങളുടെ പാത്രങ്ങൾ കൊണ്ടുവരിക. എല്ലാവരും പാത്രങ്ങളുമായി വന്നു. സൈനികരുടെ എല്ലാ പാത്രങ്ങളിലും കാരക്കകൾ നിറഞ്ഞു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷവും കുറച്ച് പായയിൽ ബാക്കിയുണ്ടായിരുന്നു. ഒരു സഹാബി പറഞ്ഞു, ആ വർധനവിന്റെ രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ലോകത്തെ മുഴുവൻ ജനങ്ങളും അവിടെ വന്നാലും വേണ്ടത്ര ഭക്ഷണം അവിടെ ഉണ്ടാവുമായിരുന്നു. സുബ്ഹാന ജല്ല ജലാലു. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മുഅ്ജിസത്തുകൾ. അടുത്തത് കേൾക്കൂ. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ 130 ശിഷ്യന്മാരുണ്ടായിരുന്നു. 4 പിടി ഗോതമ്പ് മാവ് തയ്യാറായി. ഒരാടിനെ അറുത്ത് ഇറച്ചി വേവിക്കുകയും കരളും വൃക്കയും പൊരിക്കുകയും ചെയ്തു. അതായത് 130 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ആടിനെ അറുത്തതും കുറച്ച് ഗോതമ്പ് മാവും, 4 പിടി ഗോതമ്പ് മാവും, ഏകദേശം ഒരു 6 ആൾക്ക് അല്ലെങ്കിൽ 10 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം. പൊരിച്ചതിന്റെ ഓരോ കഷ്ണം വീതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും കൊടുത്തു. 130 ആൾക്കാർക്കും ഈ കരളും വൃക്കയും പൊരിച്ചത് കൊടുത്തു. വേവിച്ച ഇറച്ചി വലിയ 2 പാത്രങ്ങളിൽ വിളമ്പി. ഞങ്ങളെല്ലാവരും വേണ്ടത്ര കഴിച്ചിട്ടും ബാക്കിയായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ കെട്ടാക്കി ഒട്ടകപ്പുറത്ത് കയറ്റി എന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി മറ്റൊരു സംഭവം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖന്തഖ് യുദ്ധ ദിവസം 4 കൈക്കുമ്പിളിൽ കൊള്ളുന്ന റൊട്ടിയും ഒരാടിന്റെ മാംസവും 1000 പേർ ഭക്ഷിച്ചിട്ടും ബാക്കിയായിരുന്നു. ഖന്തഖ് യുദ്ധത്തിൽ ആ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് മദീനയെ സംരക്ഷിക്കാൻ, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് നമുക്കറിയാം വിശപ്പിന്റെ കാഠിന്യത്താൽ വയറിൽ കല്ല് കെട്ടിവെച്ചിട്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പല സഹാബികളും കിടങ്ങ് കുഴിച്ചുകൊണ്ടിരുന്നത്. കാരണം നടു നിവർത്താൻ പറ്റാതെ അതിന്റെ ഒരു കൊണ്ടും നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട്. ആ സന്ദർഭത്തിലാണ് ജാബിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിൽ പോയി ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞത്. ഒരാടിന്റെ മാംസവും 4 കൈക്കുമ്പിളിൽ കൊള്ളുന്ന റൊട്ടിയും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വരാതെ പാത്രം അടുപ്പത്ത് നിന്നും ഇറക്കി വെക്കരുത് എന്ന്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. ആ പാത്രത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുനീരെടുത്തുകൊണ്ട് നനക്കുകയും മാവിലും റൊട്ടി ഉണ്ടാക്കുന്ന മാവിലും നനക്കുകയും ചെയ്തു. അങ്ങനെ പാത്രത്തിൽ ഇറച്ചിപ്പാത്രം അങ്ങനെ നിറഞ്ഞു തിളച്ചുകൊണ്ടിരുന്നു. മാവിൽ നിന്ന് അപ്പം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. മാവ് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അതേ അവസ്ഥയാണ്. 1000 പേര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും മാവിലും അതുപോലെ തന്നെ ഇറച്ചിപ്പാത്രത്തിലും ഒട്ടും കുറവ് വരുന്നില്ല. അതങ്ങനെ നിറഞ്ഞു തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മാവ് കൊണ്ടാണെങ്കിലോ റൊട്ടി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും. 6ാമത്തെ സംഭവം കേൾക്കൂ. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ തന്റെ കുടുംബത്തിനായി ഭക്ഷണം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അരപ്പാത്രം ബാർലി നൽകി. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി പാത്രത്തിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് വീട്ടുകാർക്കും അതിഥികൾക്കും ഭക്ഷണം ഒരുക്കി. ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ പാത്രത്തിൽ നിന്ന് ബാർലി എടുത്തു. പാത്രം ഒരിക്കലും കാലിയായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം പാത്രത്തിൽ ഇനി എത്ര ബാർലി ബാക്കിയുണ്ടെന്ന് അളന്നു നോക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അളന്നതിനു ശേഷം പിന്നെ പാത്രത്തിൽ ബാർലി കുറയാൻ തുടങ്ങി. വേഗം അത് തീരുകയും ചെയ്തു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ടു ഉണ്ടായ അനുഭവം പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അത് അളന്നു നോക്കിയിരുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ആ ബാർലി അദ്ദേഹം അളന്നു നോക്കാതെ, അത് മുഴുവൻ കൊട്ടിയിട്ടാണല്ലോ അളന്നു നോക്കുക, അതോടുകൂടി അതിന്റെ ആ ഒരു ബർക്കത്ത് നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് അദ്ദേഹം അത് അളന്നു നോക്കാതെ അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് മരണം വരെ ആ ബാർലി കൊണ്ട് ജീവിക്കാമായിരുന്നു. മറ്റൊരു സംഭവത്തിൽ സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഒരു പാത്രം മാംസം കൊണ്ടുവരപ്പെട്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല സംഘം ആളുകൾ വന്നു അതിൽ നിന്നും ഭക്ഷിച്ചു. മറ്റൊരു സംഭവം കേൾക്കൂ. അശ്ശിആഉ ഷരീഫിന്റെ കർത്താവ് ഇബ്നു അബി ശൈബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ആവശ്യപ്പെട്ടു, പള്ളിച്ചെരുവിൽ വസിക്കുന്ന സാധുക്കളായ അഭയാർത്ഥികളെ വിളിച്ചു കൊണ്ടുവരിക. 100-ലധികം ആളുകളുണ്ടവർ. ഞാൻ പോയി അവരെ എല്ലാം വിളിച്ചു കൊണ്ടുവന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു തളിക ഭക്ഷണം വിളമ്പി. ഞങ്ങൾക്ക് വേണ്ടത്ര ഞങ്ങൾ തിന്നു. ശേഷം എഴുന്നേറ്റു. കൊണ്ടുവന്നു വെച്ചപ്പോൾ ഉള്ള അത്ര തന്നെ ഭക്ഷണം അതിലുണ്ടായിരുന്നു. ഭക്ഷണത്തിൽ വിരൽപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇതൊക്കെ ഈ ഭക്ഷണമൊക്കെ വെക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആ പരിശുദ്ധമായ തുപ്പുനീര് കൊണ്ട് ആ ഭക്ഷണത്തിൽ ഒന്ന് തടവുകയും വിരൽ കൊണ്ട് തടവുകയും അല്ലെങ്കിൽ വിരൽ അവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എത്ര ആളുകൾ ഒരാൾക്കുള്ള ഭക്ഷണം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കഴിച്ചാലും അത് വീണ്ടും അവിടെ ബാക്കിയാകുമായിരുന്നത്. ഇനി മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ മുഴുവൻ വിളിച്ചുകൂട്ടി. 40 പേരുണ്ടായിരുന്നു. ഒരൊട്ടകക്കുട്ടിയെ മുഴുവനായും ലിറ്റർ കണക്കിന് പാലും അകത്താക്കാൻ ശേഷിയുള്ളവരായിരുന്നു അവർ.
എന്നാൽ ഒരു കൈക്കുടന്ന ഭക്ഷണമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയിരുന്നുള്ളൂ. എല്ലാവരും വേണ്ടത്ര കഴിച്ചു. ഭക്ഷണം ആദ്യം ഉണ്ടായിരുന്ന അത്ര തന്നെ ബാക്കിയായി. പിന്നീട് അവിടുന്ന് ഒരു മരപാത്രത്തിൽ പാൽ കൊണ്ടുവന്നു. ഏറിയാൽ 3-4 പേർക്കുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 40 പേരും ആ പാലും വയറു നിറയെ കുടിച്ചിട്ടും അതിലുണ്ടായിരുന്നത് ഒട്ടും കുറഞ്ഞില്ല. ഇനി മറ്റൊരു സംഭവം, ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പെട്ടു. പുഴച്ച് അപ്പം ചുടുക, ഒരു ചെറിയ ഒട്ടകത്തെയും മറുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഭക്ഷണം ഒരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൈവച്ച് അനുഗ്രഹിച്ചു. പിന്നീട് സ്വഹാബിമാർ സംഘമായി വന്നു. എല്ലാവരും ഭക്ഷിച്ചു. ബാക്കി വന്ന ഭക്ഷണത്തിൽ നിന്ന് ഓരോ പാത്രം വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാർക്കും കൊടുത്തയച്ചു. സ്വയം കഴിക്കുകയും അതിഥികളെ കഴിപ്പിക്കുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു. അത്തരമൊരു അനുഗ്രഹീത വിവാഹത്തിന് അത്ര സമൃദ്ധമായ സദ്യ കൂടാതെ കഴിയില്ലല്ലോ. ഇനി മറ്റൊരു സംഭവത്തിൽ ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവ് മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും, അദ്ദേഹം തന്റെ പിതാവ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും, അദ്ദേഹം തന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് കേൾക്കൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ തനിക്കും അലി റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു കൊണ്ടുവരാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. ഒരു പാത്രം ഭക്ഷണം തന്റെ പത്നിമാർക്ക് കൊടുത്തയക്കാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. ഒരു പാത്രം ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാറ്റിവെച്ച ശേഷം അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും മക്കളും പാത്രം ഉയർത്തി. അതിൽ ഭക്ഷണം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. വളരെ കാലം അവരതിൽ നിന്നും ഭക്ഷിച്ചു. ഇനിയും ഒരുപാട് ഇത്തരം സംഭവങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊരു കോളുണ്ട്, ഒന്ന് മൈക്ക് റിലീസ് ചെയ്യുന്നുണ്ട്.